മുത്തശ്ശി പ്ലീസ്, ഞാൻ അങ്ങോട്ടൊന്ന് പൊയ്ക്കോട്ടെ. എന്റെ ചക്കര മുത്തശ്ശിയല്ലേ. എന്റെ ഉണ്ണി, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്താ മുത്തശ്ശി ഇത്? ഞാൻ പോയിട്ട് വേഗം വരാം. എല്ലാം കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേ. ബാംഗ്ലൂർ ജനിച്ചു വളർന്ന ഞാൻ ഇതൊക്കെ ഇപ്പോഴല്ലേ കാണുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്നത്. എന്താ അച്ഛാ ചെയ്, പക്ഷേ ഇന്ന് പോകണ്ട, ഇന്ന് അമാവാസിയാ. അതിലെന്താ, എനിക്ക് അതിനെയൊന്നും പേടിയില്ല, വിശ്വാസവും ഇല്ല. നിനക്കെങ്ങനെ അതൊക്കെ അറിയാനാ എൻ്റെ കുട്ടി? നിന്റെ അച്ഛൻ ഗിരീഷ് കെട്ട് കഴിഞ്ഞ് പോയതല്ലേ ബാംഗ്ലൂർക്ക്. പിന്നെ ഇങ്ങോട്ട് അവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. 24 വർഷം വേണ്ടി വന്നു എൻ്റെ കൊച്ചുമോന് ഈ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വരാനായിട്ട്. ഇനി ഞാൻ ഈ മുത്തശ്ശിയെ തനിച്ചാക്കി പോവില്ല, പ്രോമിസ്. ഇത് തന്നെയാ കുട്ടിക്കാലത്ത് നിന്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനങ്ങനെയല്ല, പ്രോമിസ് ചെയ്താൽ ആ വാക്ക് മാറ്റത്തില്ല. പ്ലീസ് മുത്തശ്ശി, ഞാനൊന്ന് പൊക്കോട്ടെ. ഇന്ന് പോവണ്ട കുട്ടിയെ, ഇന്ന് സന്ധ്യയായില്ലേ, പോരാത്തതിന് അമാവാസിയും. അതിനിപ്പോ എന്താ മുത്തശ്ശി? അവിടെ ആരുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടപ്പുണ്ടെന്നാ പ്രശ്നം വെച്ചപ്പോ കണ്ടത്. ആരായി മണ്ടത്തരമൊക്കെ കണ്ടുപിടിച്ചത്? ഉണ്ണി കളിയാക്കണ്ട, ഇതിലൊക്കെ സത്യമുണ്ട്. നിന്റെ ദിവാകരൻ മാമയുടെ മരണം തന്നെ അതിന് ഉദാഹരണമല്ലേ. അതെയോ? കുളക്കടവിൽ തെന്നി വീണ് തലയിടിച്ച് മരിച്ചതിന് എന്താ മുത്തശ്ശി ഇത്ര തെളിവ്? എന്റെ കുട്ടി, നിനക്ക് ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാവത്തില്ല. മുത്തശ്ശിക്ക് താക്കോൽ തരാൻ താല്പര്യമില്ലെങ്കിൽ തരണ്ട, ഞാൻ പോകുന്നു. ഇതെല്ലാം കൂടെ കാണാനും വേണ്ടിയാ ഞാൻ വന്നത്. പിന്നെ ഇതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ പോകുന്നു. ഈ കുട്ടി സമ്മതിക്കാൻ തോന്നുന്നില്ല, താക്കോൽ കൊടുത്തേക്കാം. ആ സെന്റിമെന്റ്സ് വർക്ക് ചെയ്ത്. എന്റെ ദേവി, ആപത്തൊന്നും വരുത്തരുതേ. ദാ ഉണ്ണി, പിടിക്ക്. കൊള്ളാലോ താക്കോൽ. പഴയ പാലോട്ട് തറവാട്ടിന്റെ താക്കോലാണത്. പണ്ട് 10-30 വർഷം വരെ തറവാട്ടിലുള്ള എല്ലാവരും അവിടെയായിരുന്നു താമസം. പിന്നീട് പുതിയ രീതിയിൽ ഇന്നത്തെ തറവാട് വെച്ചു എല്ലാവരും ഇങ്ങോട്ട് മാറി. പിന്നെ ഭാഗം വെച്ചപ്പോൾ പലരും പല വഴിയായി. പഴയ തറവാട് അങ്ങനെ അന്യം നിന്നു. ഉറക്കം വരുന്നില്ലല്ലോ. ഇവിടെ നിന്ന് നോക്കിയാ പാലോട്ട് തറവാട് കാണാമല്ലോ. മുത്തശ്ശി നല്ല ഉറക്കമാ. ആരോ ഫോളോ ചെയ്യുന്ന കണക്ക് തോന്നിയല്ലോ, പക്ഷെ ആരും ഇല്ലല്ലോ. തോന്നിയതായിരിക്കും. അവിടെ നിന്ന് ആത്മാവുള്ള ഒരു മണ്ണാങ്കട്ട ഇല്ലെന്നും കൂടെ എല്ലാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഈ ഉണ്ണി അങ്ങോട്ട് പോകുന്നത്. അല്ല പിന്നെ ഈ എന്നെയാണോ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത്? അങ്ങനെ ഇങ്ങെത്തി. ഡോറ് തുറന്നല്ലോ, അകത്തോട്ട് കേറാം. എന്താ ഇരുട്ടാ, ഒന്നും കാണുന്നില്ലല്ലോ. എന്താ അത്? അവിടെ ആരുടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ. തല എന്തൊരു വേദന. ആരാ ഇത്? നിങ്ങളാരാ? ഇതിനുള്ളിൽ എങ്ങനെയാ കയറി പറ്റിയത്? പാലോട്ടമ്മ അറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും. കള്ള നല്ലത് തോന്നിയതുകൊണ്ടാണ് ഞാൻ വിളിച്ചുണർത്തിയത്. ഞാൻ പാലോട്ടമ്മയുടെ കൊച്ചുമോനാ. ഏത്, ഗിരിമാമന്റെ മോനോ? എന്താ അവിടെ ഉറങ്ങാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്നത്? അതൊക്കെ പോട്ടെ, കുട്ടി ആരാ? എന്തിനാ ഇവിടെ വന്നത്? നേരം വെളുത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഗൗരി, ഇവിടെ അടുത്താ വീട്. മുറ്റത്തെ ആ മുല്ലയില്ലേ, അതിൽ നിന്ന് പൂ പറിച്ച് മാല കെട്ടാൻ വേണ്ടി വന്നതാ, കൃഷ്ണന് കൊടുക്കാനേ. ഇന്നലെ ഇവിടെ തൂക്കിയിരുന്ന ഫോട്ടോ എവിടെ പോയി? ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. എവിടെ എങ്ങോട്ട് പോയി?